ഹായ് കൂട്ടുകാരെ, പൊന്നീസ് കോണൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഊട്ടി തടാകത്തിലെ ബോട്ടിംഗ് ആണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ് ഊട്ടിയിലോട്ട് വരണമെന്ന്. അപ്പോൾ നമുക്കിവിടുത്തെ കാഴ്ചകൾ കാണാം. ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻസ് എന്നാണ് ഊട്ടി അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയുടെ ആസ്ഥാനം കൂടിയാണ് ഊട്ടി. ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല ആസ്ഥാന കേന്ദ്രം കൂടിയായിരുന്നു ഊട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് വേനൽക്കാലത്തും സന്ദർശിക്കാൻ പറ്റിയ ഒരിടം കൂടിയാണിത്. ഞങ്ങൾ ഇന്നലെ ബോട്ടിങ്ങിന് വന്നപ്പോൾ 4 മണിയായി. അപ്പോൾ ടിക്കറ്റ് ക്ലോസ് ആയി. അതുകൊണ്ട് ഇന്നലെ ബോട്ടിങ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇന്ന് നേരത്തെ ബോട്ടിങ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ രാവിലെ നല്ല മഞ്ഞുണ്ട്. പിന്നെ ഈ ബോട്ടിങ്ങിന് തന്നെ പാർക്കുണ്ട്. ഇതാണ് ടിക്കറ്റ്. ഒരാൾക്ക് 15 രൂപയാണ്. ഇത് അവിടെ കൊടുത്തിട്ട് വേണം അതിലേക്ക് കയറാൻ. വേനൽക്കാലത്തും വളരെ ഹൃദ്യമായ കാലാവസ്ഥയാണ് ഊട്ടിയിലുള്ളത്. പകൽ സമയം 22 മുതൽ 25 ഡിഗ്രി വരെയാണ് ഇവിടുത്തെ താപനില. ഇവിടെ ബോട്ടിങ്ങിനായിട്ട് വളരെയധികം തിരക്കാണ് അനുഭവപ്പെടുന്നത്. അച്ഛൻ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്. ഞാൻ പെഡൽ ബോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏത് കിട്ടുമെന്ന് നോക്കാം. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ പെഡൽ ബോട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി പെഡൽ ബോട്ട് കിട്ടിയതിന്. 350 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇതാണ് പെഡൽ ബോട്ടിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റാണിത്. ഇത് കണ്ടോ, ധാരാളം പെഡൽ ബോട്ടുകൾ ഇവിടെ അടുക്കി ഇട്ടിട്ടുണ്ട്. ഡ്രാഗണും അരയണും പിന്നെ പല വർണ്ണത്തിലും രൂപത്തിലുമുള്ള ധാരാളം ബോട്ടുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അരയന്നത്തിൻ്റെ ബോട്ടിലാണ് കയറാൻ പോകുന്നത്. ഇത് കണ്ടോ, ഇതാണ് പെഡലുകൾ. ഈ പെഡലുകളിൽ ചവിട്ടിയാണ് നമുക്ക് ഈ ബോട്ടിൻ്റെ വേഗത കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യണത്. ഈ കാണുന്നതാണ് ഈ ബോട്ടിൻ്റെ സ്റ്റിയറിംഗ്. ഈ സ്റ്റിയറിങ്ങിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ സ്റ്റിയറിംഗ് ഇടത്തോട്ട് തിരിച്ചാൽ ഈ ബോട്ട് വലത്തോട്ടും, ഈ സ്റ്റിയറിംഗ് വലത്തോട്ട് തിരിച്ചാൽ ഇടത്തോട്ടുമാണ് ബോട്ട് നീങ്ങുന്നത്. അരമണിക്കൂർ സമയമാണ് നമുക്ക് ബോട്ടിങ്ങിനായി അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ അരമണിക്കൂർ കൊണ്ട് തടാകത്തിൽ കുറച്ച് ഭാഗമൊക്കെ കണ്ടു വന്നു. ധാരാളം ഫിലിമുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത്. ഞങ്ങൾ ഇന്നലെ വന്നപ്പോഴത്തേക്കും ഇവിടെ ടിക്കറ്റ് എല്ലാം ക്ലോസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ നേരത്തെ, അത് രാവിലെ തന്നെ ഇവിടെ വന്നു. അപ്പോൾ ഈ മഞ്ഞിൻ്റെ അകത്തൂടെയുള്ള ബോട്ടിംഗ് ഒക്കെ വളരെ രസമാണ്. ഊട്ടിയിൽ വരുന്ന സന്ദർശകർ ഒഴിവാക്കാത്തൊരു സ്ഥലമാണ് ഈ ബോട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സ്ഥലം കൂടെയുണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ടത്. അത് ഊട്ടി പൈതൃക തീവണ്ടി യാത്രയാണ്. ആ തീവണ്ടി യാത്രയുടെ ഒരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടാഗ് ചെയ്തിരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ കൂടെ ഒന്ന് കാണണേ. ആ വീഡിയോയിൽ ഞാൻ ആ ട്രെയിനിൻ്റെ സമയങ്ങളും ആ ട്രെയിനിൽ കയറാനുള്ള ടിക്കറ്റ് എടുക്കേണ്ടതും എല്ലാം വിശദമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ആ വീഡിയോയും കാണണം. അരമണിക്കൂറാണ് നമുക്ക് സമയം അനുവദിച്ചിരിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങളുടെ അരമണിക്കൂർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഞങ്ങളുടെ ബോട്ട് ഇടാനായിട്ട് ഒരു ചെറിയ സ്ഥലമാണുള്ളത്.
അച്ഛനാണെങ്കിൽ ആ സ്ഥലത്ത് കറക്റ്റായിട്ട് വേറെ ബോട്ടിലൊന്നും തട്ടാതെ ഫസ്റ്റ് ടേക്കിൽ തന്നെ അവിടെ കൊണ്ടിട്ടു. അപ്പോൾ ഞങ്ങൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി കർണാടക ഗാർഡനിലേക്കാണ് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഊട്ടിയിലെ കാലാവസ്ഥയെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ തറയിലൊക്കെ കിടക്കുന്നത് മഴ പെയ്ത വെള്ളമല്ല, മഞ്ഞ് പെയ്തതിൻ്റെ വെള്ളമാണ്. നല്ല തണുപ്പത്തൂടെ ചൂടുള്ള ചോളവും കഴിച്ചുള്ള യാത്ര. ആഹാ, അടിപൊളി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.